മാഗ്ഫറഹു. എങ്ങനെയാണ് മനുഷ്യന് ഒരു ഹംദ് പറയാതിരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അത്രയേറെ ഗ്രാറ്റിറ്റ്യൂഡ് ഫുൾ ആയിരിക്കണം, ഹംദ് നിറഞ്ഞതായിരിക്കണം ലൈഫ്. ഇവിടുന്നാണ് മനുഷ്യന് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇവിടുന്നാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് ആരംഭിച്ചാൽ നിങ്ങൾക്ക് പ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ അഡോളസൻസ് പീരീഡിൽ അഡോളസൻസ് നല്ല പ്രായമാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ ഒറ്റ സംഭവം പറയാം. ഒരാഴ്ചക്കുള്ളിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന്, റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കുട്ടിയെ പുറത്താക്കി. +2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടീനെയും കൊണ്ട് രക്ഷിതാവ്, രണ്ടാളും മാതാവും പിതാവും വരികയാണ്. അങ്ങനെ ഇവർ പറഞ്ഞു, ഒരാൾ അധ്യാപകനാണ്, മറ്റേ ആളും അത്യാവശ്യം നല്ല വിവരമുള്ള ആളാണ്. അതായത് മാതാപിതാക്കളിൽ ഒരാൾ അധ്യാപകരാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഇവനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്, ഇവൻ ഇനി എവിടെ പോകുന്നില്ല എന്ന് ഷാഢ്യം പിടിക്കുകയും ചെയ്യണം. ഇനി എന്താ ചെയ്യുക? പുറത്താക്കിയ ടീമാണെങ്കിൽ അവർ പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം, കുറച്ച് ദിവസമായി വന്നാൽ മതി, നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു മസലത്താക്കിയിട്ട് എടുക്കാം. ഇപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഒഴിവാക്കിയത്. അപ്പോൾ ഞാൻ അവരെ രണ്ടുപേരെയും കണ്ടു, കുട്ടീനെ കണ്ടു, രക്ഷിതാവിനെയൊക്കെ മാറി മാറി കണ്ടു. ഞാൻ അവരോട് പറഞ്ഞു, കുട്ടീൻ്റെ പ്രശ്നം മാറ്റിത്തരാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ കുട്ടിയോട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരാഴ്ച നല്ല രീതിയിൽ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കണം. കുട്ടിയെ ആദരിക്കുന്നതല്ലാത്ത ഒറ്റ പദവും നിങ്ങൾ പറയരുത്. എന്ന് പറഞ്ഞാൽ, മനോരശീത നീ നിസ്കരിക്ക്, ഇത് ആദരിക്കലാണോ? ഇപ്പോൾ പറയരുത്. നീ പല്ലേശ്വരുണ്ടോ, അത് ആദരിക്കലാണോ? ചോദിക്കരുത്. അവർക്ക് റെസ്പെക്റ്റ് തോന്നാത്ത ഒന്നും ചെയ്യരുത്. റെസ്പെക്റ്റ് തോന്നാത്ത ഒന്നും ചെയ്യരുത്. ചെയ്യാം. 3 ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ്റെ കൂടെ ഒന്നിച്ചിരിക്കണം. ഒന്നിച്ചിരുന്നിട്ട് നിങ്ങൾ സംസാരിക്കണം. സംസാരിക്കുമ്പോൾ അപ്പോഴും കുറ്റപ്പെടുത്തരുത്. നിസ്കരിക്കാൻ പറയണ്ട, നോമ്പ് വിൽക്കാൻ പറയണ്ട, ഹജ്ജ് ചെയ്യാൻ പറയണ്ട, സക്കാത്ത് കൊടുക്കാൻ ഒരു സംഗതി നിങ്ങൾ പറയണ്ട. അങ്ങനെ അവരൊക്കെ കേട്ടു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പലപ്പോഴും സെൻറ്ററുകളിൽ ലീഡേഴ്സ് പലരും ഉണ്ടാകുക, അവരാണ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു മെസ്സേജ്, അതെ എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങൾ അടുത്ത് തിങ്കളാഴ്ച തിരൂരിലുണ്ടാവുമോ? ഞാൻ പറഞ്ഞു, എന്താ വിഷയം? ഞാൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പ്രയാസവും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അന്ന്. എന്താ വിഷയം? എന്നോട് പറഞ്ഞു, എനിക്ക് കുറേ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത്രയും കാലം എൻ്റെ കുറ്റം കൊണ്ടാണ് ഇവർ നിസ്കരിക്കാത്തത് എന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. +2കാരൻ മാത്രമല്ല എൻ്റെ മോന് ഇവൻ ഒരുത്തൻ +2 പഠിക്കുന്നതുണ്ട്, മറ്റൊന്ന് 9ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പം എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. ഞാൻ പറച്ചിൽ നിർത്തിയപ്പോൾ നിസ്കാരമൊക്കെ ക്ലിയറാ, എല്ലാ കാര്യവും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സംഗതി എൻ്റെ അടുത്തായിരുന്നു കുഴപ്പം. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞൊരു തമാശയാണെങ്കിലും എനിക്ക് ഓർമ്മയായ വല്ലാത്തൊരു തമാശ ഉണ്ടപ്പോൾ. ഞാനൊരിക്കൽ തമാശകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വാങ്ങിയതല്ല, ഈ പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ഇങ്ങനെ വായിച്ചു. ഇതെന്ത് ഈ തമാശ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുറന്നപ്പോൾ ആദ്യം കണ്ടൊരു തമാശയാണ്. എനിക്ക് ഭയങ്കര ഫിറ്റായിട്ട് തോന്നിയൊരു തമാശ ഇപ്പോൾ ഓർമ്മയായത്. എന്താ പറയുക, ഒരു ഭർത്താവ് ഭാര്യ ബാത്റൂമിൽ വഴുതി വീണപ്പോൾ അയാളെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ നോക്കി, ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ആകെ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ സർജറിക്ക് 90 ചിലവായിട്ടുണ്ട്, 90,000 റുപ്യ. ഇതിപ്പോൾ ഇനിയും കൂടുമോ? അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ മുഖത്തോട് ഇങ്ങനെ നോക്കി. നോക്കിയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അയാളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ. ഡോക്ടർ പറഞ്ഞൊരു 300 റുപ്യ ചിലവാകും. ഇയാൾ വേഗം പോക്കറ്റിൽ നിന്ന് കൈയിട്ടിട്ട് 600 റുപ്യ എടുത്ത് മേശപ്പുറത്ത് വെച്ച്. ഇയാൾ പറഞ്ഞു, വേഗം ചെയ്തോ, പക്ഷെ ഒരു കാര്യം കൂടി ചെയ്താൽ മതി, രണ്ടും കൂടി കൂട്ടിയിട്ടങ്ങ് തുന്നിയേക്കുന്നു. കാരണം എന്നാൽ പിന്നെ എല്ലാം സമാധാനമാവും. ഇതാണ് എനിക്ക് ഓർമ്മയായത്. കാരണം ഈ സഹോദരി പറയാ, ഞാൻ സംസാരിക്കാതിരുന്നപ്പോൾ എല്ലാവരും നിസ്കാരവും ശരിയായി. ഇപ്പോൾ +2കാരൻ്റെ പ്രശ്നത്തിന് മാത്രം വന്നത്, പക്ഷെ വന്ന പ്രശ്നം എല്ലാവരും തീർന്നു. എവിടെയാ വിഷയം? നാം മക്കളോട് ഒരു ദിവസം സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാക്കുകളും അവസരങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കണം.
എല്ലാം കൂടി കണക്കൂട്ടി നോക്കിയാൽ കൊട്ടക്കണക്കിന് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും. മടുപ്പിക്കൽസ് പരിപാടിയായിരിക്കും. ആദ്യം നമ്മുടെ ആക്ഷേപങ്ങൾക്ക് പകരം പരസ്പരം അവരെ റെസ്പെക്റ്റ് ചെയ്ത് ശീലിക്കണം. ഇത് കുട്ടിക്കാലത്തെ നല്ലതാണ്. ഇതിൻ്റെ അർത്ഥം ഞാനൊരിക്കൽ തൃശ്ശൂരിൽ ഇതുപോലത്തെ ഒരു സെഷൻ ഇങ്ങനെ റബീ ലെവലിൻ്റെ പരിപാടിക്ക് അനുവദിച്ച് ഇങ്ങനെ സംഘടിപ്പിച്ചിരുന്നു. അവിടുന്ന് സംസാരിച്ചപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു ലേഡി അവനക്കൊരു എഴുത്ത് തന്നു. ഈ സദസ്സിൽ ഭൂരിഭാഗം രക്ഷിതാക്കളും വളരെ ഫ്രണ്ട്ലി ഡീൽ ചെയ്യുന്നവരാണ്, മിങ്കിൾ ചെയ്യുന്നവരാണ്, വളരെ സൗഹൃദപരമായി സംസാരിക്കുന്നവരാണ്. പക്ഷേ കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഒട്ടുമില്ല, വളരെ കുഴപ്പത്തില്ല. ഇതിനെന്താ പരിഹാരം? അവിടെ ശ്രദ്ധേയമായൊരു വശമുണ്ട്. നാം സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തിന്മ കണ്ടാലും അനുസരിക്കുക, അംഗീകരിക്കുക എന്ന അർത്ഥം വെക്കരുത്. നമുക്ക് മക്കളോട് നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന സമയം തന്നെ തിന്മയോട് നോ പറയാനുള്ള ശേഷിയുണ്ടാകണം. ഒരു ഹറാമായൊരു വിഷയം മുന്നിൽ വരുമ്പോൾ മോനെ മോളെ ഇത് ഹറാമാണ്, ഉപ്പ അല്ലെ ഉമ്മ കൂടെ ഉണ്ടാകൂല എന്ന് പറയാൻ പറ്റണം. ഇത് കുഞ്ഞുനാളിലേ ശീലിക്കണം. അത് എവിടെ നിന്ന് തുടങ്ങണം? മൊബൈലിൽ തുടങ്ങണം. ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ മൊബൈൽ കൊടുത്ത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മൊബൈൽ കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ? ഇല്ല. എന്താ എവിടെയാ കുഴപ്പം വരിക? നമ്മൾ രാവിലെ 8 മണിക്കാണ് നാസ കഴിക്കുന്നത്. കുട്ടിക്ക് രാവിലെ 8 മണിക്ക് നാസ വേണ്ട. അപ്പം രാവിലെ നാസ കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു ഇപ്പോൾ വേണ്ടാന്ന്. നമ്മളെല്ലാം കൂടി പാത്രമൊക്കെ എടുത്തു വെച്ച് അടിച്ചു വരാൻ ഇറങ്ങുമ്പോഴാണ് കുട്ടി പറയുന്നത് ഉമ്മാ വിശക്കുന്നതെന്ന്. അപ്പോൾ ഇത് രണ്ടാമത് എടുത്തു കൊടുക്കാൻ വയ്യ. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ കുത്തിയം കയറ്റി കൊടുക്കുക. അതിനെന്താ മാർഗം? അതിന് മൊബൈൽ കൊടുത്താൽ പിന്നെ എന്തിനും കുട്ടി റെഡിയാ. അപ്പോൾ പിന്നെ മൊബൈലും കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്ന ഉമ്മമാരുണ്ട്. അവിടെ നമ്മൾ ആദ്യം മാറേണ്ടത് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നിടത്ത് ഒരിക്കലും കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്. ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് ബേക്കറി ഐറ്റംസ് കൊടുക്കാതിരിക്കുക. 1. 2, ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുക. കുട്ടിക്കാലം മുതലേ ശുദ്ധജലം എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. തോന്നുമ്പോൾ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ പകൽ സമയങ്ങളിൽ കുട്ടികൾക്ക് വെള്ളം ലഭ്യമായിരിക്കണം.